ഫുട്ബോൾ ചരിത്രത്തിൽ കിരീടങ്ങൾ നേടിയ നിരവധി താരങ്ങളുണ്ട്. എന്നാൽ സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടിട്ടും ലോകത്തെ കീഴടക്കിയവരുടെ എണ്ണം വിരളമാണ്. അത്തരമൊരു ഇതിഹാസമാണ് ഉറുഗ്വേയുടെ ഹെക്ടർ കാസ്ട്രോ. 1904 നവംബർ 29 ഉറുഗ്വേയുടെ തലസ്ഥാനമായ മൊണ്ടെവീഡിയോയിലാണ് ഹെക്ടർ കാസ്ട്രോ ജനിച്ചത്. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഹെക്ടർ ചെറുപ്പകാലം മുതൽക്കേ ഫുട്ബോളിനെ ജീവശ്വാസമായി കണ്ടിരുന്നു. എന്നാൽ തന്റെ 13-ാം വയസ്സിൽ ഹെക്ടറുടെ ജീവിതം തലകീഴായി മറിഞ്ഞു. ഒരു ഇലക്ട്രിക് സോ ബ്ലേഡ് അബദ്ധത്തിൽ തട്ടി ഹെക്ടറുടെ വലത് കൈമുട്ടിന് താഴെ വെച്ച് മുറിഞ്ഞുപോയി. ഒരു കായിക താരത്തിന്, പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കാരന്, ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ രണ്ട് കൈകളും അത്യാവശ്യമാണെന്നിരിക്കെ ഈ അപകടം ഹെക്ടറുടെ കരിയറിന്റെ അവസാനമായി പലരും കരുതി. പക്ഷേ വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഹെക്ടർ വീണ്ടും ബൂട്ടുകെട്ടി. വലത് കൈ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കളിസ്ഥലത്ത് നേരിട്ട പരിഹാസങ്ങൾക്കൊന്നും ഹെക്ടറെ തളർത്താനായില്ല. വലത് കൈയില്ലാത്തതിന്റെ ബാലൻസ് കുറവ് പരിഹരിക്കാൻ ഹെക്ടർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഠിനാധ്വാനം ചെയ്തു. ശരീരം മുഴുവൻ ഒരായുധമാക്കി മാറ്റി. പന്ത് നെഞ്ചിൽ സ്വീകരിക്കുവാനും തലകൊണ്ട് പോസ്റ്റിലേക്ക് പായിക്കാനും ഹെക്ടർ അസാധ്യമായ വേഗത കൈവരിച്ചു. ആ അസാധ്യമായ കരുത്ത് കണ്ട ആരാധകർ അവനെ സ്നേഹത്തോടെ എൽമാങ്കോ, അതായത് ഒറ്റക്കയ്യൻ എന്ന് വിളിച്ചു. മുന്നേറ്റ നിരയിൽ തടയാൻ കഴിയാത്ത ഒരു വേട്ടക്കാരനായി മാറിയ ഹെക്ടർ 1924 ഉറുഗ്വേയിലെ പ്രമുഖ ക്ലബ്ബായ നാസിയോണലിൽ ചേർന്നു. ക്ലബിനായി 149 മത്സരങ്ങളിൽ നിന്ന് 145 ഗോളുകൾ അടിച്ചുകൂട്ടി ചരിത്രം സൃഷ്ടിച്ചു. ഹെക്ടർ കാസ്ട്രോയുടെ കരിയർ നേട്ടങ്ങൾ ഏതൊരു ഫുട്ബോളറെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഉറുഗ്വേയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടി. 1930 ഫുട്ബോൾ ലോകകപ്പിന്റെ ആദ്യ അധ്യായം. സ്വന്തം നാട്ടിൽ നടന്ന ചരിത്രത്തിലെ ആദ്യ ലോകകപ്പിൽ ഉറുഗ്വേയ്ക്കായി കളത്തിലിറങ്ങിയ ഹെക്ടർ കാസ്ട്രോ ടൂർണമെന്റിൽ ഉറുഗ്വേയുടെ ആദ്യ ലോകകപ്പ് ഗോൾ നേടി. എന്നാൽ ഹെക്ടറെ അനശ്വരനാക്കിയത് ഫൈനലിലെ ആ നിമിഷമാണ്. ജൂലൈ 30 നടന്ന അർജന്റീനയ്ക്കെതിരെയുള്ള ഫൈനൽ മത്സരമായിരുന്നു അത്. മൊണ്ടെവീഡിയോയിലെ സെന്റിനറിയോ സ്റ്റേഡിയത്തിൽ 93,000-ഓളം കാണികൾ ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്നു. കടുത്ത പോരാട്ടം. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഉറുഗ്വേ 3-2 മുന്നിലാണ്. അർജന്റീന സമനിലയ്ക്കായി സർവ്വശക്തിയും എടുത്ത് ആക്രമിക്കുന്നു. മത്സരത്തിന്റെ 89-ാം മിനിറ്റ്. വലതുവിങ്ങിൽ നിന്നൊരു ക്രോസ് ബോക്സിലേക്ക് ഉയർന്നു വരുന്നു. പ്രതിരോധ നിരക്കാരെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് നീലക്കുപ്പായമിട്ട ഒരൊറ്റക്കയ്യൻ വായുവിൽ ഉയർന്നു ചാടി. അവന്റെ തലയിൽ തട്ടിയ പന്ത് അർജന്റീനിയൻ ഗോൾ കീപ്പറേയും മറികടന്ന് വലയിൽ ചെന്ന് തറച്ചു. കളിക്കാരെല്ലാം അവന്റെ പുറത്തേക്ക് ഓടിക്കയറി. പക്ഷെ ഹെക്ടർ കരയുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ചോരയൊലിപ്പിച്ചു കിടന്ന തടിമില്ലിലെ ആ 13-കാരന്റെ കണ്ണീരായിരുന്നില്ല അത്. തന്നെ തള്ളിപ്പറഞ്ഞ വിധിയോട് ലോകകപ്പ് ഫൈനലിൽ വിജയമുറപ്പിച്ച ഗോൾ നേടിക്കൊണ്ട് ഒരു ജനതയുടെ മുഴുവൻ ഹീറോയായി മാറിയവന്റെ ആനന്ദ കണ്ണീരായിരുന്നു. ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിൽ ഗോൾ അടിക്കുന്ന ഒരേയൊരു വികലാംഗനായ താരമെന്ന റെക്കോർഡ് ഇന്നും ഹെക്ടറുടെ പേരിലാണ്. 1926, 1935 വർഷങ്ങളിൽ ഉറുഗ്വേയെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. കളിക്കാരനായി മാത്രമല്ല മാനേജരായും ഹെക്ടർ തിളങ്ങി. താൻ കളിച്ച നാസിയോണൽ ക്ലബിന്റെ പരിശീലകനായി വന്ന് 5 തവണ അവരെ ലീഗ് ചാമ്പ്യന്മാരാക്കി. പിന്നീട് ഉറുഗ്വേ ദേശീയ ടീമിന്റെ മുഖ്യ പരിശീലകനായും ഹെക്ടർ സേവനമനുഷ്ഠിച്ചു. 1960 ഒക്ടോബർ 29 തന്റെ 55-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ആ ഇതിഹാസം ലോകത്തോട് വിട പറഞ്ഞു. 2 കൈകളുള്ള കളിക്കാർ പോലും പതറുന്ന മൈതാനത്ത് ഒരൊറ്റ കൈയോടെ ലോകം കീഴടക്കിയ ഹെക്ടർ കാസ്ട്രോ ഇന്നും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമാണ്. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.